പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ടും നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിനെ തുടർന്ന് വരുന്ന ഒരു ചെറിയ പോർഷൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് പാർട്ട് കേട്ടവർക്ക് ആ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കണോമിക്സ്? അതിനു മുൻപ് ഒരു വാചകം പറഞ്ഞോട്ടെ. വാട്ട് ഈസ് ഇക്കണോമിക്സ് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ഡെഫിനിഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് സിമ്പിളായിട്ട് പറയാവുന്ന ഉത്തരം അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, distribution and consumption of final goods and services. The study of it is called economics. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എറൈസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വിശദമായി ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ വാട്ട് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ഇക്കണോമിക്സ്? ദ സെൻട്രൽ പ്രോബ്ലം ഈസ് പ്രോബ്ലം ഓഫ് ചോയ്സ്. The central problem of economics is choice because the resources to satisfy the ends are scarce. Resources to satisfy the ends, ends means unlimited wants, are scarce. ഈ റിസോഴ്സസ് സ്കേഴ്സ് ആണ്. ഇത് നമ്മൾ ലയണൽ റോബിൻസിന്റെ ഡെഫിനിഷനിൽ പഠിച്ചു. അപ്പോൾ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. What type of resources? Scarce resources. And distribution of final goods and services. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് പല സെക്ടറിൽ കൊടുത്തിരിക്കുന്ന റിസോഴ്സസുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഈ റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ട് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസും സ്കേഴ്സ് ആയിരിക്കും. കാരണം ദ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അവിടെയാണ് നമ്മുടെ പ്രധാന പ്രശ്നം എറൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രധാന പ്രശ്നത്തിനെയാണ് നമ്മൾ പറയുന്നത്, അതിന് ഉത്തരം കണ്ടെത്തുന്നത് പ്രോബ്ലം ചോയ്സിലൂടെയാണ്, തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രോബ്ലം ഓഫ് ചോയ്സ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് റാഷണലായിട്ട് ചെയ്യാൻ പറ്റുക, ബുദ്ധിപരമായിട്ട് വിവേകപൂർണമായി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇക്കണോമിക്സിന്റെ സെൻട്രൽ പ്രോബ്ലം. ഇനി ഈ പ്രോബ്ലത്തെ തുടർന്ന് നമുക്ക് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. എങ്ങനെയാണ് ഇതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക? അതിനുള്ള ഉത്തരങ്ങൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്? എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്? ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്? എത്ര അളവിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം? അതായത് എന്ത് വസ്തുവിനാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ആ വസ്തുവിന് വേണം നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന്. ഇനി ആ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു ഈ സമൂഹത്തിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അടുത്തത്, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്? ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ പലതുണ്ട് ഒരു സാമ്പത്തിക വ്യവസ്ഥിതിക്കകത്ത്. അങ്ങനെ ഏത് മാർഗം സ്വീകരിക്കണം? അതായത് നമുക്ക് ലാഭകരമായ, അതായത് മനുഷ്യ രാശിക്ക് ഗുണകരമായ ഏത് മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്? ഈ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അതിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അതിന് താങ്ങാൻ പറ്റുന്ന ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ ഈ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഫോർ ഹും ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്? അതിനുള്ള ഉത്തരം നമ്മൾ ആദ്യത്തെ ഉത്തരം കണ്ടെത്തുന്നതിന് ഇടയ്ക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്ത് വസ്തുവാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് ഇംപ്ലൈഡ് ആയിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് വസ്തുവാണെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ
നമ്മുടെ പ്രോബ്ലം ഓഫ് ചോയ്സിന് മറുപടിയാവും, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആവും. ഇനി ഇത്തരം ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന്, ഈ പ്രോബ്ലം ഓഫ് ചോയ്സിന് ഒരു സൊല്യൂഷൻ എത്തണമെങ്കിൽ ആര് കണ്ടെത്തും? അതിന് സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം, അതായത് ഒരു പവർ ഉണ്ടാവണം, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പവർ ഉണ്ടാവണം. സാധാരണ നമ്മൾ ആ പവറിനെ ഗവൺമെന്റ് എന്നാണ് വിളിക്കുന്നത്. സെൻട്രൽ ഫോഴ്സ് ഗവൺമെന്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ സമൂഹത്തെ സഹായിക്കേണ്ടത്. ഇനി അതിൽ രണ്ട് ടൈപ്പാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആൻഡ് മാർക്കറ്റ് ഇക്കോണമി. എന്താണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി? ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് തീർത്തും ഗവൺമെന്റ് ആണെങ്കിൽ, അതായത് അലോക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ രണ്ട് കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് കൃത്യമായും ഗവൺമെന്റ് മാത്രമാണെങ്കിൽ, സർക്കാർ തലത്തിൽ മാത്രമാണ് ആ തീരുമാനം എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു ഇക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, അത്തരം ഇക്കോണമിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. എന്താണ് എഴുതി വച്ചിരിക്കുന്നത് നോക്കാം. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, പ്രൈസ് and allocation of resources, goods and services are determined by government. It is the sole right of the government to determine how these scarce resources should be allocated and what should be the price of the final goods and services. These two major factors are determined by the government in a centrally planned economy. The next type of economy is called market economy. What is market economy? In the first paragraph we wrote, in centrally planned economy, price and allocation of resources, goods and services are determined by government. The next portion of the sentence is rather than autonomous agents as a free market economy. അപ്പോൾ മാർക്കറ്റ് ഇക്കോണമി എന്നുള്ളതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു സൂചന, ആൻ ഇൻഡിക്കേഷൻ വി ഗോട്ട് ഫ്രം ദ ഫസ്റ്റ് പാരഗ്രാഫ്. അതെന്താണ്? ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ ഓട്ടോണമസ് ഫോഴ്സുകൾ, ഏജൻസ് ആണ് ഇതിൽ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്. ദെൻ നമുക്ക് ആ ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് നോക്കാം. ഇൻ എ ഫ്രീ മാർക്കറ്റ് ഇക്കോണമി, ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ആൻഡ് പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ്. These free market forces comes from the autonomous agents. Autonomous agents are people in the society, and these people may be grouped into two if necessary. One is consumer and one is producer. In every in every concept, all are producers and all are consumers. അത് കോംപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കൺസ്യൂം ചെയ്യാത്ത ഒരു വ്യക്തിയുമില്ല, പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയുമില്ല. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ സപ്ലൈസ് മാത്രമല്ല, അത് ബിസിനസ്സുകാർ എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ കടയിൽ കൊണ്ടുവന്ന് അത് നമുക്ക് സപ്ലൈ ചെയ്യും. ആ സപ്ലൈ അല്ല പറയുന്നത്. വസ്തുവകകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, സേവനങ്ങളും വസ്തുവകകളും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ നാട്ടിൽ എല്ലാവരും കൂടിയാണ്. നിങ്ങളും ഞാനും എല്ലാവരും സേവനങ്ങളോ മെറ്റീരിയൽ ഗുഡ്സോ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സാധനങ്ങൾക്കെല്ലാം നമുക്ക് വരുമാനം ഉണ്ടാവുന്നുണ്ട്. ഈ വരുമാനം കൊണ്ട് നമ്മൾ എല്ലാവരും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളിൽ പെരുമാറുന്നത്, ആ പെരുമാറ്റത്തിന്റെ ആകത്തുകയാണ് ഈ മാർക്കറ്റ് ഫോഴ്സസ്. നമ്മൾ എങ്ങനെയാണോ കൺസ്യൂം ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന സ്വഭാവം എന്താണോ, പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ, അതായത് നമ്മുടെ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്താലും കൊള്ളാം, മെറ്റീരിയൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താലും കൊള്ളാം, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസേഴ്സാണ്. നമ്മൾ എന്ത് സ്വഭാവമാണോ കാണിക്കുന്നത്, നമ്മൾ മാക്സിമം പ്രൈസ് അതിന് കിട്ടാൻ നമ്മൾ ശ്രമിക്കും.
കൺസ്യൂം ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വസ്തുക്കൾക്ക് സേവനങ്ങൾക്ക് മാക്സിമം പൈസ കുറഞ്ഞാലും നമ്മൾ ശ്രമിക്കും. ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് ആണ്. അപ്പൊ ഈ ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് വരുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്. ഈ സമൂഹം വസ്തുവകകൾ വാങ്ങുന്നതിന് എങ്ങനെയാണോ പെരുമാറുന്നത്, അതുപോലെ തന്നെ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഈ വസ്തുവകൾ ഉണ്ടാക്കുന്നത്, ആ സമയത്ത് എങ്ങനെയാണോ പെരുമാറുന്നത്, ഈ രണ്ട് പെരുമാറ്റത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫോഴ്സുകളാണ് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ രണ്ട് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് പ്രൈസ്. ആ പ്രൈസിനനുസരിച്ചാണ് വസ്തുക്കൾ ലാഭമുണ്ടോ ഉൽപ്പാദിപ്പിച്ചാലെന്ന് അറിയുന്നത്, നമുക്ക് ഗുണകരമാണോ ആ വിലയ്ക്ക് വാങ്ങിയാൽ എന്നും അറിയുന്നത്. അങ്ങനെയുള്ള ഫോഴ്സുകളുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രൈസിനെ തുടർന്ന് സാധനങ്ങൾ അതിനനുസരിച്ച് ആ വിലയ്ക്ക് ഉൽപ്പാദിപ്പിച്ച് ലാഭമുണ്ടാക്കാവുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ആ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ച് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയാണ് ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ നടക്കുന്നത്. അപ്പോൾ ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയിൽ രണ്ട് ഫോഴ്സുകൾ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് ഓട്ടോണമസ് ഏജൻസ് എന്ന് പറയുന്നത് ഈ സമൂഹം തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക് ഫോഴ്സസിന്റെ തീരുമാനമനുസരിച്ച് ഇക്കോണമി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഗവൺമെന്റ് ഇടപെടൽ മിനിമം ആയിരിക്കും. വിത്ത് എ മിനിമം എക്സ്റ്റേണൽ ഗവൺമെന്റ് കൺട്രോൾ. ഗവൺമെന്റ് അതിനകത്ത് കാര്യമായി ഇടപെടുന്നില്ല. ഇത്തരം ഇക്കോണമിയെയാണ് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചു, ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ്. അത് സ്റ്റഡീസ് എന്ന് പറഞ്ഞു. അതായത് ഇക്കണോമിക്സിൽ പഠിക്കുന്നത് എന്താണ്. അതിനകത്ത് വേറെ രണ്ട് അപ്രോച്ചുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ഇക്കോണമി ആൻഡ് നോർമേറ്റീവ് ഇക്കോണമി. ഇൻ പോസിറ്റീവ് ഇക്കോണമി വി ഡിസ്ക്രൈബ്, വി എക്സ്പ്ലെയിൻ ആൻ ഇക്കണോമിക് ഫിനോമിന. ഒരു ഇക്കണോമിക് ഫിനോമിന എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു സംഭവം, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു. ആ ഇൻഫ്ലേഷൻ അതിനെ വിശദീകരിക്കുകയും അതിന് കാരണസഹിതം അത് ഇന്ന ഒരു കാരണം കൊണ്ടാണ്, അതിന് ഇന്ന ഒരു കാരണമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടുണ്ടായിരുന്ന റിസൾട്ടാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഇതാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ഇക്കോണമിയിൽ ആ ഇൻഫ്ലേഷന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. അത് എന്തോ ആയിക്കോട്ടെ, അത് ജനത്തിന് ഗുണകരമാണോ ദോഷകരമാണോ, പ്രൊഡ്യൂസേഴ്സിന് ഗുണകരമാണോ ഗൺസ്യൂമേഴ്സിന് ഗുണകരമാണോ, ഇതൊന്നും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അല്ല പോസിറ്റീവ് ഇക്കോണമിയിൽ. അതായത് ഇക്കണോമിക് ഫെയർനെസ് അത് നമ്മളുടെ മുന്നിലുള്ള ഒരു ചോദ്യമല്ല പോസിറ്റീവ് ഇക്കോണമിക്കകത്ത്. പോസിറ്റീവ് ഇക്കോണമിക്കകത്ത് എ ഫിനോമിനൻ ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി ഇക്കണോമിസ്റ്റ് ആൻഡ് ഹി പ്രൂവ് ഇറ്റ് വിത്ത് കോസ് ആൻഡ് ഇഫക്റ്റ്. അതാണ് പോസിറ്റീവ് ഇക്കോണമിയിൽ. ഒരു സംഭവത്തെ വിശദീകരിക്കുകയും അത് കാര്യകാരണ സഹിതം അതിനെ സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മോഡ് ഓഫ് സ്റ്റഡിയാണ് പോസിറ്റീവ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി നോർമേറ്റീവ് ഇക്കോണമി എന്ന് പറഞ്ഞാലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ വാല്യൂ ഓഫ് ഇക്കണോമിക് ഫെയർനെസ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അതിന്റെ ഇക്കണോമിക് ഫെയർനെസ്സിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റ്. ആ പഠനം മുഴുവൻ വാല്യൂ ഓഫ് ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിരിക്കും. അതായത് നമ്മളൊരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസി ആ സമൂഹത്തിന്, ആ മാൻ കൈൻഡിന് ഗുണകരമാണോ അല്ലയോ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് നോർമേറ്റീവ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ട് ടൈപ്പ് സ്റ്റഡി കൂടിയുണ്ട്, മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിൽ വി സ്റ്റഡി ഓൾവേസ് അബൌട്ട് ദി ഇൻഡിവിജ്വൽസ്, ഹൗസ് ഹോൾഡ് ഓർ ഫേംസ്. എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് ഫേമിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റുകളെ കുറിച്ചാണ്. മൈക്രോ ആൻഡ് മാക്രോ, ദീസ് ആർ ദ ടു വേർഡ്സ് കംസ് ഫ്രം ഗ്രീക്ക് ലാംഗ്വേജ്. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ, മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ്. അപ്പൊ മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത് സ്മോൾ യൂണിറ്റ്സുകളെ കുറിച്ചാണ്, ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചാണ്, ഒരു പർട്ടിക്കുലർ ഒരു ഫേമിനെ കുറിച്ച്, ഒരു പർട്ടിക്കുലർ കൺസ്യൂമറെ കുറിച്ച്,
അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഏതൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടായതെന്ന് നമ്മൾ ചോദിച്ചാൽ അതൊരു അഗ്രിഗേറ്റ് ഫിഗറാണ്. പക്ഷെ നമ്മളിവിടെ പഠിച്ചു വരുന്നത് ഏതിനെ കുറിച്ചാണ്? ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ കുറിച്ച്, ആ യൂണിറ്റുകളിൽ കുറിച്ച് പഠിച്ചാണ് നമ്മൾ ഇതിന്റെ കാരണം കണ്ടുപിടിക്കുന്നത്. അത്തരം അപ്രോച്ചാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് മാക്രോ ഇക്കണോമിക്സിലെ അപ്രോച്ച് അതല്ല. വി സ്റ്റഡി അബൌട്ട് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സ് മീൻസ് ലാർജ്. ഒരു ഇക്കോണമിയെ മൊത്തമായി പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ത്യൻ ഇക്കോണമിക്കകത്ത് അൺഎംപ്ലോയ്മെന്റ് ഇത് ഈ ഹൈ റേറ്റിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ലോ റേറ്റിൽ നിൽക്കുന്നത്. ഇവിടെ ഹൈ റേറ്റ് ആണോ ലോ റേറ്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്ക് വെൽഫെയർ ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇക്കോണമിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശുഭകരമാണ്. അല്ല, ഗുണകരമല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ പലതും ശുഭകരമല്ല. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയ്മെന്റ്, ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് അവിടെ നിലനിൽക്കുന്നു. ആ അൺഎംപ്ലോയ്മെന്റ് ഹൈ ലെവലാണ്, ജനങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യുന്നതിന്റെ മേലെയാണ്. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് അഗ്രിഗേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായത്, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഇത്തരം പഠനങ്ങളെ കുറിച്ച് ഇക്കണോമിക്സിൽ നടത്തുന്നതാണ് മാക്രോ ഇക്കണോമിക്സിനകത്ത്. മൈക്രോ ഇക്കണോമിക്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സ്മോൾ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇതാണ് ഇക്കണോമിക്സിന്റെ സെക്കൻഡ് പാർട്ടിൽ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇക്കണോമിക്സിന്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് തീർന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.